ഓരോ ഞായറാഴ്ചയും പുരോഹിതൻ ബലി അർപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10:10 എബ്രായർക്ക് എഴുതിയ ലേഖനം 10:14 പറയുന്നു ഏക ബലിയാണ് യേശു അർപ്പിച്ച ഏക ബലിയാണ്. അപ്പോൾ യേശു ഏക ബലി അർപ്പിച്ചിട്ട് പിന്നെ എന്താണ് ഓരോ ഞായറാഴ്ചയും അർപ്പിക്കുന്ന ബലി? ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ അല്പം ശ്രദ്ധ എനിക്ക് തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എല്ലാവർക്കും മനസ്സിലാവും, എന്നാൽ ഒരല്പം ശ്രദ്ധിക്കുക. മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻ കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഈശോ ലൂക്കാ സുവിശേഷം 22 നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്താൽ ഉപകാരമായിരിക്കും. ലൂക്കാ 22 14 മുതലുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അന്ത്യത്താഴ ആ വിരുന്നിനെക്കുറിച്ച് പറയുന്നത്. ലൂക്കാ 22 ശ്രദ്ധിക്കാം. 14 മുതൽ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, ഈ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഈ ഈശോ എത്ര തവണ പാനപാത്രം എടുത്തു? എത്ര പാനപാത്രം എടുത്ത് ആശീർവദിച്ചു? പറയാം. എത്ര തവണ അപ്പം എടുത്തു? അല്ലെ, എത്ര തവണ പാനപാത്രം എടുത്തു? പാനപാത്രം എത്ര തവണ എടുത്തു? 1 അല്ലേ? അല്ല. നിങ്ങൾ വായിച്ചതിനകത്ത് എത്ര ഉണ്ട്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. വാക്യം 17. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു. ഓക്കെ, അടുത്തത് വാക്യം 20. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു. ഇവിടെ തന്നെ എത്ര പ്രാവശ്യം പാനപാത്രം? ഇവിടെ തന്നെ 2 ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, യഹൂദന്റെ പെസഹ വിരുന്നിൽ അവൻ 4 തവണ പാനപാത്രം എടുക്കും. യഹൂദന്റെ പെസഹ വിരുന്നിൽ എത്ര തവണ എടുക്കും? 4 തവണ. ഇനി ഈ ഇൻഫർമേഷനൊക്കെ എവിടെ നിന്ന് ചോദിച്ചാൽ മിഷ്ന എന്ന് പറയുന്ന യഹൂദന്റെ ഗ്രന്ഥമാണ് മിഷ്ന. അതിനകത്ത് അതൊക്കെ പിന്നെ സൈത്ത് പിന്നീട് പറഞ്ഞു തരും എന്താന്നൊക്കെ. അതിനകത്ത് യഹൂദന്റെ എല്ലാ റിച്വലിനെ കുറിച്ച്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തിരുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. 4 പാനപാത്രമാണ് പെസഹ തിരുനാളിനെടുക്കുന്നത്. 3 മണിക്ക് ആടിനെ കൊല്ലുന്നു. സന്ധ്യ മയങ്ങി കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. ഒരുമിച്ച് സമ്മേളിച്ച് കഴിയുമ്പോൾ ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ പാനപാത്രം, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ 1ാമത്തെ ഗ്ലാസ് വീഞ്ഞ് എടുത്തിട്ട് യഹൂദൻ്റെ ഭക്ഷണ രീതിയാണ്. ഇനി നാളെ ഞാൻ കള്ളു കുടിക്കാൻ പറഞ്ഞെന്ന് പറയരുത്, ശ്രദ്ധിക്കുക. കള്ളു കുടിക്കരുത്, അതാണ് നമ്മുടെ പോളിസി. ഓക്കെ. ഇനി 1ാമത്തെ ഗ്ലാസ് വീഞ്ഞെടുത്തിട്ട്, ചഷകത്തിൽ വീഞ്ഞെടുത്തിട്ട് അത് കുടുംബനാഥൻ പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ കുടിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഭക്ഷണം കഴിക്കും. ഇപ്പം നമുക്ക് ഈ ഭക്ഷണത്തിന് പല കോഴ്സുകളില്ലേ. ഇപ്പോൾ ആദ്യം ഇത്തിരി സാലഡോ ഒക്കെ കഴിച്ച് അപ്പിറ്റൈസറോ ഒക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഈ കോഴ്സ് 4 കോഴ്സാണിത്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ആരംഭിക്കുന്നത് ആദ്യത്തെ പാനപാത്രം എടുക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് വീണ്ടും 2ാമത്തെ പാനപാത്രം, 2ാമത്തെ തവണ ഈ വീഞ്ഞെടുത്ത് കുടിക്കുമ്പോഴാണ് ഈ വീട്ടിലെ കുട്ടി ചോദിക്കും, എന്തിനാണ് അപ്പാ ഈ നൈറ്റ് മറ്റ് നൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രാത്രി മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അപ്പം പറയുകയാണ്, പഴയ നിയമത്തിലെ സ്ക്രിപ്ചർ കോട്ട് ചെയ്തുകൊണ്ട് പറയും, ഈജിപ്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ആ റീഡിങ് എല്ലാം വായിച്ചതിന് ശേഷം ഇത് വിശദീകരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? കുർബാനയുടെ സ്ട്രക്ചറാണിത്, മനസ്സിലായില്ലേ? കുർബാന ഇത് തന്നെയാണ്. അപ്പോൾ വീഞ്ഞെല്ലാം ഒരുക്കി വെക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അച്ഛൻ പ്രസംഗിക്കുന്നു, ഈ സ്ട്രക്ചറാണത്. അപ്പോൾ ഈ കുടുംബനാഥൻ ഇതെന്തിനാണ് ചെയ്തത് എന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം 3ാമത്തെ പാനപാത്രം എടുക്കുന്നു. 3ാമത്തെ പാനപാത്രം എടുത്ത് അത് കുടിച്ചതിന് ശേഷം ഇവർ ശരിക്കും പെസഹ ഭക്ഷിക്കുന്നു. 4ാമത്തെ പാനപാത്രം എടുക്കുന്നു. 114, 115
116, 117, 118 സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനം 114, 15, 16, 17, 18. ഇതിലെ 114, 115 ഒക്കെ മൂന്നാമത്തെ പാനപാത്രം കുടിക്കുന്ന സമയത്ത് ചൊല്ലും. അത് കഴിഞ്ഞ് 117, 118 ചൊല്ലി നാലാമത്തെ പാനപാത്രം കുടിച്ചിട്ടാണ് പെസഹ അവസാനിപ്പിക്കുന്നത്. ഇതിലെ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? 4 കപ്പ് പിടികിട്ടിയോ? എത്ര ഞാൻ പറഞ്ഞു? 4 കപ്പ്. ഇതിൽ ലൂക്ക 22 നമ്മൾ വായിക്കുന്നത് 2 എണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് കാത്തലിക്കും ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്ക 22 പറയുന്നത് ഒന്നാമത്തെ പാനപാത്രത്തെക്കുറിച്ച് പറയുന്നില്ല. രണ്ടാമത്തെ പാനപാത്രം ആണ് ആദ്യം നമ്മൾ വായിക്കുന്നത്, വാക്യം 17. ഓക്കെ, വാക്യം 20 നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ പാനപാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം. മനസ്സിലാവും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ലൂക്ക 22:17 നമ്മൾ വായിക്കുന്നത് എത്രാമത്തെ പാനപാത്രമാണ്? രണ്ടാമത്തെ. 4 പാനപാത്രത്തിൽ രണ്ടാമത്തെയാണ്. ലൂക്ക 17:20 നമ്മൾ ലൂക്ക 22:20 നമ്മൾ വായിക്കുന്നത് എത്രാമത്തെ? മൂന്നാമത്തെ പാനപാത്രം. ഈ മൂന്നാമത്തെ പാനപാത്രമാണ് ഈശോ ആശീർവദിച്ച് പരിശുദ്ധ കുർബാനയാക്കുന്നത്. ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മത്തായിലും കാണും, മർക്കോസിൻ്റെ സുവിശേഷത്തിലും കാണും. 14 അധ്യായം 26 വാക്യം, 25, 26 ഞാൻ വായിക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒരു മലയിലേക്ക് പോയി. നോക്കിയേ, മൂന്നാമത്തെ പാനപാത്രം ആശീർവദിച്ച് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എല്ലാം പറഞ്ഞിട്ട് ഈശോ ഉടനെ പറയാണ്, ദൈവരാജ്യത്തിൽ നവമായി പാനം ചെയ്യുന്നത് വരെ, മത്തായിലും ലൂക്കായിലും പറയുന്നത് ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നത് വരെ ഞാനിനി മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഈശോ നാലാമത്തെ പാനപാത്രം കുടിച്ചിട്ടില്ല. മൂന്നാമത്തെ പാനപാത്രം കുടിച്ച് ഈശോ അവിടുന്ന് നേരെ 117-18 സങ്കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് നേരെ ഒലിവ് മലയിലേക്ക് പോയി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ പെസഹ പൂർത്തിയായിട്ടില്ല. പെസഹ പാതി വഴിയിൽ നിർത്തിയിട്ടാണ് ഈശോ എഴുന്നേറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് പെസഹ കംപ്ലീറ്റ് ആയിട്ടില്ല. പെസഹ കംപ്ലീറ്റ് ആവണേ എത്രാമത്തെ പാനപാത്രം കുടിക്കണം? നാലാമത്തെ. അതിപ്പോ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ഗത്സമൻ തോട്ടത്തിലേക്ക് ചെന്നിട്ട് ഈശോ എന്താ പ്രാർത്ഥിക്കുന്നേ? പിതാവേ, കഴിയുമെങ്കിൽ എന്ത് ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണേ. ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അത് നിറവേറട്ടെ. അപ്പോ ഏത് പാനപാത്രത്തെ കുറിച്ചായി പറയുന്നേ? നാലാമത്തെ പാനപാത്രത്തെ കുറിച്ച്. അപ്പൊ നാലാമത്തെ പാനപാത്രം എന്താണ്? കുരിശിലെ മരണം. ശ്രദ്ധിക്കുക, പെസഹ പൂർത്തിയായിട്ടില്ല. സെഗിയോൻ മാളികയിൽ നടന്ന പെസഹ ഭക്ഷണം പൂർത്തിയായോ? ഇല്ല. പൂർത്തിയാവണേ എത്രാമത്തെ കുടിക്കണം? നാലാമത്തെ. അത് കുടിക്കണോന്നാണ് പിതാവിനോട് ചോദിക്കുന്നത്. ഇത് ഞാൻ കുടിക്കണോ ഭർത്താവേ? ഞാനിത് കുടിക്കണോ? അപ്പൊ എന്താണ് ഈശോയ്ക്ക് നാലാമത്തെ പാനപാത്രം? കുരിശുമരണം. കുരിശുമരണം ആണല്ലോ. ഇനി ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വാക്യം എടുത്ത് തന്നെ പറയാം. മർക്കോസിന്റെ സുവിശേഷം എടുക്കാം. അവിടെ മർക്കോസ് 15:23 ഇങ്ങനെ വായിച്ചോ? 21 മുതൽ വായിച്ചോ. മർക്കോസ് 15:21 മുതൽ വായിക്കാമോ? അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കുറേനക്കാരനായ ശിമയോൻ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശു ചുമപ്പാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥയിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ കുടിച്ചില്ല. കേക്കണേ, നാലാമത്തെ കപ്പ് കുടിക്കണോ കർത്താവേ? അപ്പൊ കർത്താവ് പറഞ്ഞു,
കർത്താവ് ഈശോ തന്നെ പറയാണ്, പിതാവേ നിന്റെ ഹിതമാണത്, ഞാൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം. കുരിശ് യാത്ര ഗോകുൽത്താമലയിലെത്തിയപ്പോൾ അവന് വീഞ്ഞു കൊടുത്തു. അവൻ അന്നേരം അത് കുടിച്ചില്ല. കേൾക്കണം നിങ്ങൾ, കുടിച്ചില്ല. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നവരെ ഞാൻ ഇനി കുടിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ കുടിക്കില്ല. അപ്പൊ ഈ കുരിശ് മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തു. അവൻ കുടിച്ചില്ല. നീ യോഹന്നാന്റെ സുവിശേഷം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് 19-ാം അധ്യായം 28 മുതൽ. യോഹന്നാൻ 19:28 മുതൽ. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടതിന് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരി കുതിർത്ത് ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എന്നാൽ ഈശോ കുരിശ് മരണത്തിന് തൊട്ടു മുമ്പ് മരിക്കാൻ പോവാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുരിശിൽ അവനെ തറച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ തരിക. വിനാഗിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ കറിക്ക് ഒഴിക്കുന്ന വിനാഗിരി അല്ല ഇത്. ഇത് പൊളിച്ച വീഞ്ഞാണിത്. അല്പം കൂടി കട്ടി കൂടിയ വീഞ്ഞാണിത് ഈ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ആ മീറ കലർത്തിയ ആ കട്ടി കൂടിയ വീഞ്ഞ് അവർ ഒരു നീർപ്പഞ്ഞി മുക്കി അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അത് കുടിച്ചിട്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അപ്പം 4-ാമത്തെ കപ്പ് ഈശോ കുടിക്കുന്നത് പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പാണ് 4-ാമത്തെ കപ്പ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, പെസഹ പൂർത്തിയായത് എവിടെ വെച്ചിട്ടാണ്? കാൽവരി കുരിശിൽ വെച്ചിട്ടാണ്. വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയ പെസഹ പൂർത്തിയാവുന്നത് ദുഃഖവെള്ളിയാഴ്ച 3 മണിക്കാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, വ്യാഴാഴ്ച രാത്രിയിലെ സംഭവവും വെള്ളിയാഴ്ച ഉച്ചക്കത്തെ സംഭവവും നമുക്കാണ് 2 സംഭവം. യേശുവിന് അത് ഒരു ഈവൻ്റായിരുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് 2 ഒരു ഈവൻ്റാണ്, ഒരു ഈവൻ്റ്. അപ്പം ആ ഈവൻറ്റിന് 2 തലമുണ്ട്. ഒന്നാമത്തെ തലം രക്തം കൊണ്ടുള്ള ബലി. അതാണ് ദുഃഖവെള്ളിയാഴ്ച നടക്കുന്നത്. ആ കുരിശിലെ ബലിക്ക് വ്യാഴാഴ്ച വൈകിട്ടാണ് അത് ആരംഭിക്കുന്നത്. ആ ബലി ശരിക്കും പൂർത്തിയാവുന്ന പെസഹായ്ക്ക് പകരം പെസഹ കുഞ്ഞാടായിട്ട് തന്നെ ബലിയർപ്പിക്കുന്ന യേശുവിൻ്റെ കുരിശിലെ ആ ബലിയർപ്പണം യേശുവിന് ഒരു സംഭവമാണ്. അത് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട്, അത് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കുന്ന ഈ ഒറ്റ സംഭവത്തിന് 2 തലമുണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന്, എ ബ്ലഡി സാക്രിഫൈസ്, രക്തം കൊണ്ടുള്ള ഒരു ബലി. രണ്ടാമത്തേത് രക്തരഹിതമായ ഒരു ബലി. ഈ 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്നാമത്തേത് രക്തം കൊണ്ടുള്ള ബലി, രണ്ടാമത്തേത് രക്തമില്ലാത്ത ബലി. രക്തം കൊണ്ടുള്ള ബലി അവൻ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ അർപ്പിച്ചു. രക്തമില്ലാത്ത ബലി അവൻ സെഹിയോൻ മാളികയിൽ അർപ്പിച്ചു. ഇത് 2 ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. 2 വശങ്ങൾ, ഒരു നാണയത്തിന്റെ, ഒരു യാഥാർത്ഥ്യത്തിന്റെ 2 വശങ്ങളാണ്. ഈശോ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് ഞാൻ കുരിശിൽ അർപ്പിച്ച രക്തം കൊണ്ടുള്ള ബലി ഏക ബലിയാണ്. അത് നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. എന്നാൽ അതേ ബലി രക്തമില്ലാതെ സാക്രമെന്റലായി, കൗതാശികമായി ഞാൻ പെസഹ വ്യാഴാഴ്ച അർപ്പിച്ചു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തിക്കണം. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ കർത്താവിൻ്റെ ബലി തന്നെയാണ്. എന്നാൽ കർത്താവ് രക്തം കൊണ്ട് കുരിശിലർപ്പിച്ച മോഡിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നില്ല. യേശുവിനെ വീണ്ടും, അതാണ് ഒരു പ്രധാന ആക്ഷേപം, യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നില്ല. കാരണം യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കാൻ പറ്റില്ല. എന്നാൽ അതേ ബലി എന്തിനാണിത്? വെറുതെ സിമ്പിൾ ലോജിക് കൊണ്ട് ചിന്തിച്ചാൽ മതി. എന്തിനാണിത്? 2000 കൊല്ലം മുമ്പ് നടന്ന ആ രക്തം കൊണ്ടുള്ള ബലിയിൽ, ആ ബലിയിൽ സംബന്ധിച്ചുകൊണ്ട് ആ കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയ്ക്കും യോഹന്നാനും ആ ബലിയിൽ നിന്ന് എന്തെല്ലാം കിട്ടിയോ അത് മുഴുവൻ 2019 ഡിസംബർ 27 ഈ ബലിപീഠത്തിനടുത്ത് നിൽക്കുന്ന എനിക്കും കിട്ടാൻ വേണ്ടി കർത്താവ് അത് രക്തമില്ലാതെ അർപ്പിച്ച് ആവർത്തിക്കാൻ പറഞ്ഞു. ക്ലിയർ ആയോ നിങ്ങൾക്ക്?
അത് എന്നേക്കുമായിട്ട് അർപ്പിച്ച ഏക ബലിയാണ്. അത് ആവർത്തിക്കാൻ പറ്റില്ല. ഏതാണ് ആവർത്തിക്കാൻ പറ്റാത്തത്? രക്തബലി ആവർത്തിക്കാൻ പറ്റില്ല. എന്നാൽ രക്തരഹിതമായ ബലി എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസത്തെ ഒരു ഇവൻ്റാണ്. പെസഹ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്, തീരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് അത് ഒരു ദിവസമാണത്. യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ദിവസം തീരുന്നത്, നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കാണ്. യഹൂദൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്, തീരുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിന് പെസഹ ഭക്ഷണം കഴിച്ച അതേ ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ഈശോ ബലിയായി മാറുന്നത് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അത് ഒരു ദിവസത്തെ സംഭവമാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തിന് 2 തലമുണ്ട്. രക്തം കൊണ്ടുള്ളൊരു തലം, രക്തരഹിതമായൊരു തലം. ആ രക്തരഹിതമായ തലം സഭ ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു കുറച്ച് ശൈത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്താണെന്നറിയാമോ? ആ സ്വർഗത്തിൽ നടക്കുന്ന ബലി എബ്രായർ 9 അല്ലേ പറഞ്ഞു. എബ്രായർ 9 എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എൻലൈറ്റ്മെന്റ് കിട്ടിയത്. എബ്രായർ 9 വാസ്തവത്തിൽ യേശു കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടെ കടന്ന് തൻ്റെ ശരീര ബലി അർപ്പിക്കുന്ന ആ രംഗമാണ് വാസ്തവത്തിൽ ഓരോ കുർബാനയിലും ആ അവസ്ഥയിലേക്കാണ് നമ്മൾ എടുക്കപ്പെടുന്നത്. അതാണ് ഞങ്ങൾ ഇതിനോട് ചേർത്ത് പറയാവുന്നത്. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ലാറ്റിൻ സഭയിൽപ്പെട്ടവരാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാനയാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അച്ഛൻ പറയും, അനാഫുറ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയും, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. അപ്പോൾ നിങ്ങൾ മറുപടി പറയും, വി ലിഫ്റ്റ് ദം അപ്പ് ടു ദ ലോർഡ്. മലയാളത്തിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അച്ഛൻ പറയും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നിങ്ങൾ പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. സീറോ മലബാർ കുർബാനയിലാണ് നിങ്ങൾ സംബന്ധിക്കുന്നതെങ്കിൽ ആ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരം. സീറോ മലങ്കര കുർബാനയിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അവിടെ അച്ഛൻ പറയും, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. അപ്പം നിങ്ങൾ പറയും, ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം അവിടെ ആയിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ എല്ലാ സഭയിലും ചൊല്ലുന്ന പ്രാർത്ഥന, പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞാൽ മാലാഖമാർ സ്തുതിക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു. എന്താ എൻ്റെ ശരിക്കുള്ള അർത്ഥം? കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തുമ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, ഇതാ സ്വർഗത്തിൽ നിത്യമായി നടക്കുന്ന ഒരു ആരാധനയിൽ നിങ്ങൾ പങ്കുചേരാൻ പോവാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അപ്പൊ നമ്മൾ ആ ഹൃദയങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ നിത്യമായി പുത്രൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബലിയിൽ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് 2019 നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗീയമായ ആരാധനയാണത്. ആ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെ നമ്മൾ ആരാണ് ഈ ബലി അർപ്പിക്കുന്നത്? യേശുവാണ് അർപ്പിക്കുന്നത്. പുരോഹിതൻ ആരാണ്? പുരോഹിതൻ യേശുവിൻ്റെ അടയാളമായിട്ട് നമുക്ക് കൂദാശയുടെ നിർവചനം എന്താണ്? അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അദൃശ്യമായ നമുക്ക് കാണാൻ പറ്റാത്ത ആ ബലിയുടെ ദൃശ്യമായ അടയാളമായിട്ട്, യേശുവിൻ്റെ അദൃശ്യമായ അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എവർലാസ്റ്റിംഗ് ആയി നെവർ എൻഡിങ് ആയിട്ട് യേശുവിൻ്റെ ബലി നിലനിൽക്കുകയാണ്. ആ ബലിയെ നമ്മൾ പങ്കുചേരുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാം ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നിങ്ങളെല്ലാം മേളിലോട്ട് വാ, എല്ലാവരും സ്വർഗത്തിലോട്ട് വാ. എന്നിട്ട് മാലാഖമാരോട് സ്തുതിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പറയുന്നു. ഇനി അതല്ല ബലിയാണ് അർപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ പള്ളികളിലൊക്കെ ആടിനെയും മാടിനെയും ഒക്കെ കൊണ്ടുവരണം. അതെ, അല്ലെ? ലേവ്യാക്രമം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാർ കൊടുക്കുന്നത്. പഴയ നിയമത്തിലെ ബലിയാണ് ഈ പുതിയ നിയമത്തിലെ പുരോഹിതരെന്ന് പറഞ്ഞ് ഇവർ അർപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധാരണ കൊടുക്കുമ്പോൾ, അങ്ങനെ തെറ്റിദ്ധാരണ കൊടുക്കുന്നവർ ഓർക്കുക, കാളക്കുട്ടിയെയോ ആടിനെയോ ഒന്നും ഇവിടെ അർപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തെ പഴയ ഉടമ്പടിയാണ് കർത്താവ് ഇല്ലാതാക്കിയത്, പഴയ നിയമത്തെ ഇല്ലാതാക്കിയിട്ടില്ല. മനസ്സിലായോ? ക്രിസ്ത്യാനിയുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം ചേരുന്ന ബൈബിളല്ലേ ക്രിസ്ത്യാനിയുടെ ബൈബിള്. പഴയ ഉടമ്പടി കർത്താവ് മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു എന്ന് വെച്ച് പഴയ നിയമത്തിലെ എല്ലാം മാറ്റിക്കളഞ്ഞു എന്ന് അതിന് അർത്ഥമില്ല. എനിക്ക് പലപ്പോഴും സങ്കടം, ഞാൻ ആരെയും ദൂഷിക്കാൻ പറയുന്നല്ല. പഴയ നിയമത്തിലെ പൗരോഹിത്യം ഇല്ല, പള്ളിയില്ല, ബലിപീഠമില്ല, കുന്തിരിക്കയില്ല, യാഗമില്ല, ദശാംശം മാത്രം എങ്ങനെ ഉണ്ടായത്? അതെൻ്റെ എന്നത്തെയും സംശയമാണ്. അല്ല, പുരോഹിതനല്ല വേറെ ആർക്കും ദശാംശം മേടിക്കാൻ അധികാരമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല. ബാക്കി ഒന്നും പഴയ നിയമത്തിലേ ഇല്ല, എന്നാൽ ദശാംശം മാത്രം പഴയ നിയമത്തിലെ കറക്റ്റായിട്ടുണ്ട്.
അതെനിക്ക് ഇതുവരെ മനസ്സിലായി. പൗരോഹിത്യം ഇല്ലെങ്കിൽ ദശാംശവും ഇല്ല. ഇത് പള്ളിയിൽ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞേ. അപ്പോൾ ഓക്കെ നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് ഇതാണ്, പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളെയും കർത്താവ് പുതിയ നിയമത്തിൽ നവീകരിച്ചു. ആ അർത്ഥത്തിലാണ്. പഴയ നിയമത്തെ എല്ലാം നീക്കിക്കളഞ്ഞിട്ട് പുതിയൊരു സാധനം സ്ഥാപിച്ചു, അതല്ല. യേശു ക്രിസ്തു അനാദി മുതലേ, അല്ലെങ്കിൽ ദൈവം ചെയ്തതെല്ലാം ഒരു കാലഘട്ടം വരെ ചെയ്തതെല്ലാം ഇല്ലാതാക്കി എന്ന് പറയേണ്ടി. അങ്ങനെയല്ല, ദൈവം എല്ലാം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. അതല്ലേ ചെയ്യുന്നത്. പഴയ നിയമത്തിലെ പരിച്ഛേദനത്തിന് പകരം പുതിയ നിയമത്തിലെ മാമോദീസ. അതുപോലെ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് പകരം പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാന. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിന് പകരം പുതിയ നിയമത്തിലെ യേശുവിന്റെ പൗരോഹിത്യം. എല്ലാ കാര്യത്തെയും കർത്താവ് റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്, നവീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യം ഇല്ലാതായി, ദേവാലയം ഇല്ലാതായി. അതുകൊണ്ട് ഇനി ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്നാ പറയുന്നത്, ഇപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ആരാധനയിലേക്കാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കർത്താവ് ഇതിനെല്ലാം റിന്യൂ ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. പൂർത്തിയാക്കാനാണ്, അതാണ്, ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലേവ്യ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പറയുമ്പോഴും ആ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയായിട്ടാണോ ഇന്നത്തെ പൗരോഹിത്യത്തെ നമ്മൾ ഈ ലേവ്യ പൗരോഹിത്യത്തിന്റെ അവിടെ പറയുമ്പോൾ ലേവ്യ പൗരോഹിത്യം പറയുന്നത് ഇതൊരു നിത്യ പൗരോഹിത്യമാണ്. പറഞ്ഞേ, ആ പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്നേക്കും ഉള്ള പൗരോഹിത്യമായിട്ടാണ്. പൗരോഹിത്യം അവസാനിക്കാൻ പറ്റില്ലല്ലോ. ആ പൗരോഹിത്യത്തെ ക്രിസ്തു നവീകരിച്ചു. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അല്ലാതെ ആ ലേവ്യ പൗരോഹിത്യത്തെ കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും സുറിയാനി സഭയിലെ അംഗമാണെങ്കിൽ, ഈ മലങ്കര സഭകളിലെ അംഗമാണെങ്കിൽ, അവിടെ ആദ്യത്തെ കുർബാനയുടെ സമർപ്പണത്തിന് 2 ക്രമമുണ്ട്. ഒന്ന് അഹറോന്റെ ക്രമം, 2 മൽക്കീസദേക്കിന്റെ ക്രമം. ഈ 2 അഹറോന്റെ ക്രമത്തിലാണ് പുരോഹിതൻ തിരുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ബലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ധൂപം എല്ലാം സമർപ്പിച്ച്. അതേസമയം മൽക്കീസദേക്കിന്റെ ക്രമമാണ് അപ്പവും വീഞ്ഞും എടുത്ത് ഒരുക്കി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ 2 പൗരോഹിത്യവും വന്ന് യേശുക്രിസ്തുവിൽ സമ്മേളിക്കുകയാണ്. ലേവ്യ പൗരോഹിത്യം വന്ന് യേശുക്രിസ്തുവിൽ പൂർത്തിയായി. അതുപോലെ തന്നെ പഴയ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം വന്ന് യേശുക്രിസ്തുവിൽ പൂർത്തിയായി. നിങ്ങൾക്ക് ഈ അർത്ഥത്തിലാണ് ആദ്യാചാരത്വം കൈക്കൊണ്ട അത് ഒരു സഭയുടെ ആരാധന. എന്നിട്ട് അവിടെ വരുമ്പം യോഹന്നാൻ അത് ഈശോയ്ക്ക് എന്ന് പറയുന്നത് ഈ കൈമാറ്റം. അതായത് ലേവ്യ പൗരോഹിത്യത്തിന്റെ അവസാനത്തെ കണ്ണിയായ യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നു, യേശുവിനെ സ്നാനം കൊടുക്കുന്നു. സ്നാനം കൊടുക്കുന്നതോടുകൂടി ആ പൗരോഹിത്യത്തിന്റെ എല്ലാ എലമെന്റും കർത്താവ് ഇങ്ങനെ സ്വീകരിച്ചു, ഏറ്റെടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? പുതിയത് അത് നവീകരിച്ചു. ആ പൗരോഹിത്യത്തെ നവീകരിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ശരിക്കും കിടപ്പുണ്ട് പൗരോഹിത്യം. അതെവിടെയാണെന്നറിയാമോ? അത് നിങ്ങൾ കേട്ടാൽ മതി. യോഹന്നാൻ 13 പറയുകയാണ്, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് അവൻ തുവാലെടുത്ത് അരയെ ചുറ്റി ഇരുന്നു ശിഷ്യന്മാരുടെ കാല് കഴുകി. മോശ അഹറോനെയും പുത്രന്മാരെയും പുരോഹിതരാക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ചെയ്തത് അവരുടെ കാല് കഴുകി. നിങ്ങൾക്ക് വാക്യം വായിക്കണോ? വേണ്ട, അറിയാലോ, വായിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പോൾ കാല് കഴുകി. അത് കഴിഞ്ഞിട്ട് പത്രോസ്ലീഹ പറയാണ്, അയ്യോ നീ എൻ്റെ കാല് കഴുകല്ലേ. ഉടനെ ഈശോ പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ലെന്നാ പറയുന്നത്. ഈ പങ്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ലേവ്യർക്ക് ദേശത്ത് ഓഹരിയൊന്നും ഉണ്ടാവുകയില്ല, കർത്താവായിരിക്കും അവരുടെ പങ്ക്. മനസ്സിലായോ? പുരോഹിതന്റെ പങ്ക്, അതായത് പൗരോഹിത്യത്തിൻ്റെ പങ്ക് നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിന്നെ എനിക്ക് പുരോഹിതനാക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ കർത്താവ് തന്നെ അന്ത്യത്താഴ സമയത്ത് പിന്നെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ആ ചെയ്യാനുള്ള ഡ്യൂട്ടി അത് ചെയ്യേണ്ട ആരാണ്? പുരോഹിതന്മാരാണ്. അതിനകത്ത് തന്നെ അവർ പുരോഹിതരാവുകയാണ്. ഒരു വലിയൊരു വ്യത്യാസം അതിനകത്ത് വരുന്നത്, ഒന്ന് വസ്തുമാറ്റം, അതായത് ഈ തിരുവോസ്തി തിരുശരീരമായി മാറുന്നു എന്നുള്ളത്. മറ്റേത് കേവലം ബ്രെഡും ജ്യൂസും ഓർമ്മയാണ് എന്നുള്ള 2 ചിന്തയുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛൻ്റെ ടേക്ക് എന്താ? അതായത് ഇപ്പോൾ ചോദിച്ചെന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ അപ്പസ്തോലിക സഭകളുടെ വിശ്വാസം എങ്ങനെയാണ്? ഈ അപ്പം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ്, ഈ വീഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ രക്തമായിട്ട് കുർബാനയിൽ മാറുകയാണ്. അതായത് അതിന് കത്തോലിക്ക സഭ വിളിക്കുന്ന പേരാണ് വസ്തുമാറ്റം, അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, വസ്തുഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അപ്പവും വീഞ്ഞും കാണുമ്പോൾ അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ രുചി എല്ലാം അപ്പമായിരിക്കെ തന്നെ
അതിൻ്റെ ഉള്ള്, അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ യാഥാർത്ഥ്യം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിത് വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കുകയാണോ, ചുമ്മാ സഭ ഉണ്ടാക്കിയതാണോ? ഈശോ എന്താ പറയുന്നത്? ഇത് എൻ്റെ ശരീരത്തിൻ്റെ സിംബലാണെന്നല്ല പറഞ്ഞത്. See, this is the symbol of my body എന്നല്ല പറഞ്ഞത്. This is my body. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ഉപമയായിട്ട് തന്നതല്ല, പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ വിശ്വസിക്കാത്ത ജനത്തിൻ്റെ കണ്ണ് തുറക്കാൻ കർത്താവ് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പം രക്തമാണെന്ന് പറയുന്നു, അപ്പം ശരീരമാണെന്ന് പറയുന്നു. അപ്പം എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം തന്നെ പറയുന്നുണ്ട് രണ്ടാം ഭാഗത്ത്, നീ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വി എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്നാണ് ഈ ഓർമ്മ വരുന്നത്. അതെ. അപ്പം അച്ഛൻ പറയുന്ന അനുസരിച്ച്, അല്ല ബൈബിൾ പറയുന്ന അനുസരിച്ച്, യേശു പറഞ്ഞത് ഇത് അപ്പം എടുത്തിട്ട് ഇത് കേവലം ഓർമ്മയാണെന്നല്ല, ഇത് ശരീരമാണെന്ന് തന്നെ. അതെ അതെ. അതായത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ചെയ്തത് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് അപ്പവും വീഞ്ഞും എൻ്റെ ശരീരവും രക്തവുമായിട്ട് നിങ്ങൾ കുടിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കണം. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്ഥാപിക്കുന്നതാണിത്. പക്ഷെ എടുക്കുന്നത് ശരീരമാണ്, എടുക്കുന്നത് അവൻ്റെ ഓർമ്മയല്ല, യഥാർത്ഥ ശരീരമാണ്. അതായത് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ നിങ്ങൾക്ക് ഒരു വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം നിങ്ങളവിടെ ഓർക്കുന്നുണ്ട്. ആദം മുതൽ, പ്രത്യേകിച്ച് മലങ്കര സഭകളുടെ കുർബാനയിൽ ആദം മുതലാണ് ഓർക്കുന്നത്. ആദം മുതൽ ഈ രണ്ടാം വരവ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ കുർബാനയിൽ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതായത് നിങ്ങളെ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എന്നെ ഓർക്കാൻ വേണ്ടി, അല്ലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർക്കാൻ വേണ്ടി നിങ്ങളിത് ചെയ്യണം. ഇത് ഓർമ്മയാണെന്നല്ല പറഞ്ഞേ, ഇത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ എന്നെ ഓർമ്മിക്കുക അത്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയെ ആചരിക്കുക അത്രേ ചെയ്യുന്നത്. ഇതെന്താണ്? ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരമാണ്, ഇത് യഥാർത്ഥത്തിൽ എൻ്റെ രക്തമാണ്. ഇത് ഓർമ്മയല്ല, ഇത് ശരീരം. അതെ അതെ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ചെയ്തതെല്ലാം ലൈവായിട്ട് മാറുകയാണ് ഇത് ചെയ്യുമ്പോൾ.